നമ്മൾ വരയങ്കിളി കിളിമീൻ പല സൈസുണ്ട്, ഓരോ സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നു. വരയങ്കിളി എന്ന് പറയും. വരയങ്കിളി കൊച്ചുള്ളിയിട്ട് കുടംപുളിയിട്ട് കറി വെക്കുന്നതാണ് നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അത് മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഒരു 10 വെളുത്തുള്ളി. ഇപ്പം ഉള്ളി ഇഷ്ടം പോലെ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. ഉള്ളി ഏത് കാര്യത്തിനും നല്ലതാണ്. ചെറുള്ളി ഇട്ട് സാധാരണ മീൻ കറിക്കകത്തൊന്നും ഇങ്ങനെ കൂടുതലായിട്ട് ചേർക്കാറില്ല. ഞങ്ങൾ ഇത് ദിവസങ്ങളായിട്ട് ഇത് വെച്ചിരുന്ന് കൂട്ടാനൊക്കത്തില്ല കേട്ടോ. കോട്ടയം സ്റ്റൈല് മീൻ കറിയാണ്. എന്നാലും ഒത്തിരി ദിവസം ഉള്ളി ഇട്ട് മീൻ കറി വെച്ചിരുന്ന് കൂട്ടാനൊക്കത്തില്ല. അതുകൊണ്ട് ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 പച്ചമുളകും കൂടെ എടുക്കുകയാണ്. പച്ചമുളകും കൂടെ എടുത്ത് നമുക്ക് ബാക്കി പുളി ഒരു 3-4 പച്ചമുളകും കൂടെ നീളത്തിൽ ഇടുകയാണ്. ഇത് വേണ്ട സാധനങ്ങളാണ്. ഇത് ഉള്ളി, പച്ചമുളക് വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന കിളിമീനാണ്. വരയങ്കിളി ആണ്. ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അന്നേരം അത് ഫ്രഷായിട്ട് കൊണ്ടുവന്നപ്പോൾ നല്ലതായിരുന്നു. വെട്ടി കഴുകി എടുത്തപ്പോൾ ഈ പരുവായി കേട്ടോ. ഇത് വലിയ വലിപ്പമില്ല, ഒരു മത്തിയുടെ വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 2ആയിട്ടാണ് മുറിക്കുന്നത്. അതിൻ്റെ വര ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിളിമീൻ സാധാരണ കിളിമീനിൽ ഈ വരയില്ല, കണ്ടോ, മഞ്ഞ വര. എല്ലാ മീനും നല്ല വൃത്തിയായിട്ട് മഞ്ഞ കളറിലുള്ള വരയുണ്ട്. മീൻ കച്ചവടമൊക്കെ സാധാരണ മീൻ സ്വന്തമായിട്ട് പേരൊന്നും മീനിടാൻ പറ്റത്തില്ല. ഇത് മീൻ കച്ചവടക്കാരന് മുക്കുവന്മാരിടുന്ന പേരല്ലേ, അതിൻ്റെ വരയുള്ളത് കൊണ്ട് വരയങ്കിളിന്ന് പേരിട്ടു. ചിലയിടത്തൊക്കെ ഇതിന് മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നു. ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ കോട്ടയത്തൊക്കെ ഇത് പറയുന്ന കിളിമീനെന്നാണ്. നല്ല വലിയ ദശയ്ക്ക് കട്ടിയുള്ള മീനൊന്നും അല്ലെങ്കിലും നല്ല കറി വെച്ചാൽ നല്ല രുചിയാണ്. ഇത് പിന്നെ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് വറ്റിക്കാനും ഒക്കെയാണ് സാധാരണയായിട്ട് എടുക്കുന്നത്. ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഒരു നല്ല ചെറുള്ളി ഇട്ട് പിരിയമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി മല്ലിപ്പൊടിയും ചേർത്ത് ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഈ മീനെല്ലാം കഷ്ണിച്ച് വൃത്തിയായിട്ട് നല്ലപോലെ കഴുകി പല പ്രാവശ്യം കഴുകി മീനൊക്കെ വെട്ടി കഴുകിയെടുത്തിരിക്കുകയാണ്. കിളിമീൻ പാലസ് നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വിഭവമാണ്. രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വരയങ്കിളി ഇപ്പം നമ്മൾ കാണിച്ചു, പടത്തിൻ്റെ അകത്ത് കാണിച്ചു. വരയങ്കിളി കട്ട് ചെയ്ത് നല്ലപോലെ 1 കിലോ വരയങ്കിളിയാണ്. അത് ചെറുള്ളി ഇട്ട് കുടംപുളിയും ചേർത്ത് കറി വെക്കുന്ന വിധമാണ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം ഒരു മൺചട്ടി എടുത്തു. മൺചട്ടി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഒന്നേമാകുന്നിടം വരെ ഉലുവ ഇച്ചിരി മൂക്കട്ടെ. എന്നിട്ട് അത് ഇനി വേണ്ട സാധനങ്ങൾ ഞാൻ കാണിക്കുകയാണ്. ഉലുവ അടുപ്പത്ത് കിടക്കട്ടെ. ഇത് ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണവും ഒരു 3-4 വെളുത്തുള്ളി കൂടെ 2-3 കുടം വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തതാണ്. പിന്നെ ഉള്ളി ഒരു 10-15 ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു 150 ഗ്രാം ഉള്ളി കാണും, ചെറിയ ഉള്ളി. അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വേണ്ടത് ഇപ്പോൾ ഉലുവ ഓൾറെഡി ഇട്ടു. ഈ കുടംപുളി, കോട്ടയം സ്റ്റൈല് മീൻ കറിക്ക് ചേർക്കുന്ന കുടംപുളിയാണ്, പിഴിപുളിയല്ല, കുടംപുളി. പിന്നെ പിരിയമുളകിൻ്റെ പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, അല്പം ഉലുവാപ്പൊടി, ഉപ്പുപൊടി, പിന്നെ കരിയാപ്പില. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ ആദ്യം ചട്ടി ചൂടായി അതിലേക്ക് ഉലുവ ഇട്ടു. അതൊന്ന് മൂക്കാനുള്ള അത് കഴിഞ്ഞ് മൂത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഞങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു. അതൊക്കെ ഞങ്ങൾക്കറിയാം.
അതിലേക്ക് അത് ഈ ചട്ടി ആദ്യം വെച്ചു. ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ടു. ഉലുവ ഇട്ടതിന് ശേഷം ഉലുവ മൂത്തെന്ന് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പറഞ്ഞ അളവൊക്കെ പറഞ്ഞാണ്. ഇതെല്ലാം വീട്ടമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഏത് കറിക്ക് ചേർത്താലും ചെറിയ ഉള്ളി ഏത് കറിക്ക് നമ്മൾ ചേർത്താലും നല്ല ടേസ്റ്റ് രുചിയുള്ളതും അതുപോലെ തന്നെ അയണിൻ്റെ ഒക്കെ അംശം ഉള്ളതുമാണ് ഏത് ഉള്ളി ചേർക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉള്ളി കണ്ടമാനം ഇട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ അത് വളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇന്നുകൊണ്ട് തന്നെ തീരുന്ന മീൻ കറിയാണ്. ഞങ്ങൾ അതിലേക്ക് ഇത് വാടാനായിട്ട് ഒരല്പം ഉപ്പുപൊടി കൂടെ ചേർക്കണം. ഉപ്പുപൊടി അല്പം ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് വലിയ നമ്മൾ സാധാരണ വീട്ടമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് മീൻ കറിയൊക്കെ വെക്കുന്ന അമ്മമാരൊക്കെ മീൻ കറി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് എണ്ണയൊന്നും ചേർക്കുന്നത് കണ്ടിട്ടില്ല. ഏറ്റവും അവസാനം അമ്മ ഒരു അല്പം എണ്ണ മണ്ടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇന്നത്തെ എൻ്റെ 10 വില പോലും അന്ന് വെളിച്ചെണ്ണയ്ക്കൊന്നുമില്ല. ഏറ്റവും അവസാനം ഈ വെളിച്ചെണ്ണ ഇച്ചിരി മണ്ടയ്ക്ക് കഷ്ണം വെന്ത് കഴിഞ്ഞ് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് എല്ലാവരും ഈ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് പണ്ടൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അല്പം ഉലുവായും കൂടി ഇട്ട് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ കൈക്ക് തിരുമ്മിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് അന്ന് മിക്സിയൊന്നും വലിയ നമ്മുടെ അമ്മമാർക്കൊന്നും മിക്സിയുടെ കേസൊന്നും അറിയത്തില്ല. അല്ലേ കല്ലുക വില ഒന്നും ചെറുതായിട്ടൊന്ന് ചതച്ച് അതിൽ ഇച്ചിരി കരിയാപ്പില കൂടിയിട്ടേക്കാണ്. എന്നിട്ട് ഒന്ന് തിരുമ്മി എല്ലാം കൂടെ കലക്കിയിട്ട് കൈവച്ച് തന്നെ അത് ഒന്ന് നല്ലപോലെ പരുവപ്പെടുത്തി അതിൻ്റെ അകത്ത് കുടംപുളിയും വെള്ളം ഒഴിച്ച് നല്ലപോലെ ഈ മീനും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു പണ്ടൊക്കെ ഇടുന്നത്. ഇന്നും അങ്ങനെ ചെയ്യുന്ന അമ്മച്ചിമാരൊക്കെ ധാരാളമായിട്ടുണ്ട്. അവരൊക്കെ പഴയ ആ മെത്തേഡിലാണ് ചെയ്തു വരുന്നത്. അന്ന് രുചി കുറവൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം അരകല്ലേ വെച്ച് അരച്ച് അമ്മിക്കല്ലും അരകല്ലും ഒക്കെ വെച്ച് ഉരലിൻ്റെ അകത്ത് ഇടിച്ച് അങ്ങനെയൊക്കെയാണ്. എൻ്റെ അമ്മ ഞങ്ങൾ ഒത്തിരി അംഗങ്ങളുള്ള വീടാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ജനസംഖ്യയൊക്കെ ഉള്ള വീടാണ്. അതുകൊണ്ട് അന്നൊക്കെ അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇന്നത്തെ പെണ്ണുങ്ങൾക്കൊക്കെ വളരെ പണിയുടെ കാര്യത്തിൽ വളരെ എല്ലാ സ്വിച്ചിട്ട ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞ പോലെ തുണി മൊത്തം വാരിപ്പറിച്ച് ഉടനെ തുണി അങ്ങോട്ട് ഇട്ടാൽ ഉടൻ കഴുകി വരുന്ന സംവിധാനം, ഉണങ്ങി വരുന്ന സംവിധാനം, മിക്സിക്കകത്ത് 4 കറക്കിയാൽ എല്ലാം മിക്സി ചെയ്തോളും. അപ്പോൾ നമ്മൾ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം യന്ത്ര സഹായത്തോടാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു ചെറിയ കറി പോലും നമ്മളിന്ന് മിക്സി പോലും ഈ അരകല്ല് ഉപയോഗിക്കുന്ന വീടുകളൊക്കെ വളരെ വിരളമാണ്. ആട്ടുകല്ലും ഉരലും ഒക്കെ ഇടിക്കുന്ന ഉരലും ഒക്കെ ഇന്ന് നമ്മുടെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും വല്ല പാടത്തിൽ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ആട്ടുകല്ലും ഉരലും ഒന്നും കണ്ടില്ല. ഞാൻ കഥ പറഞ്ഞു പോയത് ഇത് മൂക്കാനായിട്ടാണ്. അപ്പം നമ്മൾ പഴങ്കഥ പറയുന്ന ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അത് ഇച്ചിരി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിൻ്റെ അകത്തേക്ക് ഒരു 2 സ്പൂണ് അളവിൽ മല്ലിപ്പൊടി ചേർത്തു. അതിലേക്ക് പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിരിയമുളകിൻ്റെ പൊടിയാകുമ്പോൾ അതിന് ഇച്ചിരി കളറുണ്ട്, അതിന് വേണ്ടിയാണ്. എരിവ് കുറവുമായിരിക്കും, പിരിയമുളകിൻ്റെ ആ കളറുമുണ്ട്, അതുകൊണ്ട് അത് ചേർക്കും. അത് ഈ നമ്മുടെ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് മൂത്ത കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കരിയാപ്പില ഇട്ട് മൂപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഇത് ഈ ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരൽപ്പം ഉലുവാപ്പൊടി,
പിന്നെ മഞ്ഞൾപ്പൊടി, ഈ എത്ര ഐറ്റങ്ങൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ കുത്തൽ മാറണം, പച്ചമണം മാറുമ്പോഴത്തേന് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ആ പുളിയും കൂടെ അതിൻ്റെയൊക്കെ കുതിർക്കാനിട്ട് പുളിയും കൂടി ഇട്ട് ഇത് ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കിനി ഒന്ന് റെസ്റ്റാണ്. നല്ല കണ്ടീഷനായിട്ട് ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിട്ട് തിളച്ചിരിക്കുകയാണ്. ആ ഉലുവാപ്പൊടിയടിയും അതുപോലെ മുളക് പൊടിയടിയും മല്ലിപ്പൊടി എല്ലാം കൂടെ മൂത്ത് നമ്മുടെ കോട്ടൺ സ്റ്റൈല് കുടംപുളി കണ്ടില്ലേ, കറുത്ത് കിടക്കുന്നുണ്ട്. ഈ പുളിയെല്ലാം നല്ലപോലെ തിളച്ച് വെന്തിറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ മീൻ കറി മുക്കാലുമായി, ഇനി തിളച്ച് വെന്താൽ മതി. ഇത് കഷ്ണങ്ങൾ അങ്ങോട്ട് ഇറക്കിയിടുക. കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഇനി ഇത് ചട്ടി ഇങ്ങനെ വട്ടത്തിലൊന്ന് കറക്കി നമുക്ക് ചെറുതീയിൽ ഇത് കിടന്ന്, ഇതിന് ദശക്കട്ടി ഇല്ലാത്ത മീനാണ്, മത്തിയുടെയൊക്കെ വേവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ആകുന്നതാണ്. ഇതിനുവേണ്ടി മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട. ഇനി ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ മീൻ കറി റെഡിയാകും. ഇനി കഷ്ണമൊക്കെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കും. അവസാനം നമ്മുടെ മീനൊക്കെ പറ്റി നല്ലപോലെ തിളച്ച് പറ്റി ഒരുമാതിരി കപ്പയ്ക്കുമൊക്കെ കൂട്ടാനായതുകൊണ്ട് ഇച്ചിരി ചാറ് ഇരിക്കട്ടെന്ന് വെച്ചു. അതിൻ്റെ അകത്ത് 2 കരിയാപ്പില ഇട്ട് നമ്മൾ ഇനി അത് നല്ലപോലെ ഉപ്പും പുളിയൊക്കെ കാണിക്കണം. ഉപ്പും പുളിയൊക്കെ സൂപ്പറായിട്ട് ഒരുമാതിരി നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് എടുത്ത് കാണാം. പിന്നെ ചാറ് പറ്റിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ അടുപ്പത്തിങ്ങനെ വെച്ചേക്കാം. ഇനി ഏറ്റവും ഫിനിഷിങ് ഫൈനൽ ടച്ചപ്പ് ഒരല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്തിരി ഇല്ല, ഒരല്പം. എന്നിട്ട് അമ്മച്ചിമാർ കാണിക്കുന്ന പോലെ ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് സ്റ്റൗ ഓഫാക്കി, കണ്ടില്ലേ? എന്നാലും തിളയാണ് ഇതിൻ്റെ ചട്ടിയുടെ. ഇനി ഇങ്ങനെ വട്ടം ചുറ്റിച്ച് അടുപ്പത്ത് തന്നെ വെച്ച് ഇങ്ങനെ ഒന്ന് അടച്ച് ഒരു പകുതി അടച്ച് വെച്ചാൽ നമ്മുടെ സൂപ്പർ വരയും കിളി, സൂപ്പർ എന്നാ പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, സൂപ്പർ കിളിമീൻ കറി നല്ല റെഡിയാണ്. അതിൻ്റെ മണം വരുന്നത് തന്നെ നല്ല മണമുള്ള വളരെ നല്ല ഒരു വിഭവമാണ്. ഞാൻ വെച്ചത് കൊണ്ട് പറയുമല്ല, വളരെ ടേസ്റ്റുള്ള ഇതാണ്. നിങ്ങൾക്ക് ഇതുപോലെ കിളിമീൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊച്ചുള്ളി ഇട്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന മീൻ കറിയാണ്, കുടംപുളി ഇട്ട്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.